ഒരു ദശാബ്ദക്കാലമായി കേരളം നേടിയെടുത്ത സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ നന്മകളെ ഇല്ലാതാക്കുവാൻ UDF മനഃപൂർവ്വമായി നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുവെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് അഞ്ചലിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം പ്രസംഗിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ഒരുപാട് നൂലാമാലകളുണ്ടായിരുന്നു, നിയമക്കൊരു കൊട്ടാരമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടന്ന 5 മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രിയായിട്ട് VS ഞങ്ങൾ മുതൽ മന്ത്രിമാരും പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം തീരേണ്ട കാര്യമാണെന്ന്, ന്യായമാണെന്ന്. പക്ഷെ തീർപ്പുണ്ടായില്ല. ഒരു കൊടുക്കഴിക്കും വേറെ കൊടുക്കും, അത് കൊടുക്കുമ്പോൾ വേറെ കൊടുക്കുക. അങ്ങനെ അഴിക്കുമ്പോൾ വീണ്ടും ഓരോ കുടുക്ക് മുറുകയായിരുന്നു. ഇത്ര കൊല്ലമായി. പക്ഷെ ഒരു ഗവൺമെന്റ്, ഒരു മുന്നണി ഇക്കാലം അത്രയും പുറകോട്ട് പോയില്ല. അഴിക്കാൻ പ്രയാസത്തോടെ നിൽക്കായതുകൊണ്ട് എത്ര ശ്രമിച്ചാലും തീരാത്ത കാര്യമാണ് കണ്ടുകൊണ്ട് ഉപേക്ഷിച്ചുള്ള പ്രശ്നം. ഗവൺമെന്റ് ഇടതുപക്ഷം എന്നത് അവരുടെ കൂടെയായിരുന്നു, ഭൂരിപക്ഷരുടെ കൂടെ. അവകാശം ന്യായമാണെന്ന് എന്നും പറഞ്ഞു UDF. ഗവൺമെന്റുകൾ ശ്രമിച്ചപ്പോഴെല്ലാം ഒന്നുവന്ന ഓരോ നിയമക്കുരുക്കും സാങ്കേതിക പ്രയാസങ്ങളും എല്ലാം ഒന്നൊന്നായി മാറ്റി. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം UDF BJPയുമായി ചേർന്ന് വ്യാപകമായ വോട്ട് കച്ചവടം നടത്തി. LDF നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം നേടി 3ാം തവണയും വീണ്ടും ഇടതുമുന്നണി അധികാരത്തിൽ വരും. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു. 4 മണിയോടെ എത്തിയ ജാഥയെ ഗൂഗിളും ടവറിന് മുന്നിൽ വെച്ച് പ്രവർത്തകരും നേതാക്കളും സ്വീകരിച്ചു. അഞ്ചൽ RO ജംഗ്ഷനിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി പ്രസിഡന്റ് K ബാബു പണിക്കർ അധ്യക്ഷനായിരുന്നു. ജാഥ മാനേജർ M സ്വരാജ്, ജാഥ അംഗങ്ങളായ CS സുജാത, അഡ്വക്കേറ്റ് P വസന്തം, VT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യം, PK രാജൻ മാസ്റ്റർ, യുജിൻ മൊറേലി, ഉഴമയ്ക്കൽ വേണുഗോപാൽ, A ഷാജു, ജോർജ് അഗസ്റ്റിൻ, CP അൻവർ സാദത്ത്, ജോണി ചെറുപ്പറമ്പിൽ, LDF ജില്ലാ കൺവീനർ PS സുബാൽ MLA, CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ, മന്ത്രി J ചിഞ്ചുറാണി, D വിശ്വസേനൻ, ലിജു ജുമാൽ എന്നിവർ പ്രസംഗിച്ചു. ജാഥയെ വരവേൽക്കാനെത്തിയ അരിപ്പയിലെ ഭൂസമരക്കാർ പ്രത്യേക ഉപഹാരവും നൽകിയാണ് മടങ്ങിയത്. നാട്ടുവാർത്ത, അഞ്ചൽ.